5 വർഷം കൊണ്ട് 100 പാലങ്ങൾ എന്നാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിലും 4 വർഷത്തിനുള്ളിൽ തന്നെ 100 പാലങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചുവെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് റിയാസ്. മാന്നാനം പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 150 പാലങ്ങൾ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയെന്നും പാലം നിർമ്മാണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത സർക്കാരാണിതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. ഈ നാടിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മറ്റൊരു പദ്ധതിക്ക് ഇപ്പോൾ തുടക്കമാകുന്നു. മാന്നാനം കൈപ്പുഴ റോഡിലെ മാന്നാനം പാലം നിർമ്മാണം ആരംഭിക്കുകയാണ്. ഇവിടുത്തെ റോഡ് പ്രവൃത്തി നേരത്തെ ചെയ്തിരുന്നു, എങ്കിലും പാലം പ്രവൃത്തി നടത്തുവാൻ സാധിച്ചിരുന്നില്ല. പെണ്ണാർത്തോട് നാഷണൽ വാട്ടർ വേയുടെ ഭാഗമായി വന്നതിനാൽ ഡിസൈനിൽ മാറ്റം വരുത്തേണ്ടി വന്നു. 25 കോടിയോളം രൂപ ഈ പദ്ധതിക്കായി റീബിൽഡ് കേരള പദ്ധതിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. 12 മീറ്ററോളം വീതിയിൽ മികച്ച ഒരു പാലമാണ് ഇവിടെ സാധ്യമാകാൻ പോകുന്നത്. മാന്നാനം പാലം പുനർനിർമ്മാണം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന തുകയിൽ നിർമ്മിക്കുന്ന പാലമാണ് മാന്നാനം കൈപ്പുഴ റൂട്ടിലുള്ള മാന്നാനം പാലമെന്ന് മാന്നാനത്ത് നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. കമ്പനിക്കടവ് പാലം, കുമരകം കോണത്താറ്റ് പാലം എന്നിവ അടുത്ത മാസത്തോടെ പൂർത്തിയാകുമ്പോൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റെടുത്ത മുഴുവൻ പാലങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പാലം ഉയർത്തിപ്പണിയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഞാൻ പറയാം. മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ വിശുദ്ധ ചാമറയച്ചൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അതിരമ്പുഴയിൽ എത്തിച്ചേർന്നത് ആദ്യം വള്ളത്തിലായിരുന്നു. ആ വള്ളം കടന്നു വന്നാകട്ടെ പെണ്ണാർത്തോട് വഴി നമ്മുടെ അതിരമ്പുഴ ചന്തക്കടവിലാണ് എത്തിച്ചേർന്നത്. ആ ഗതാഗത സൗകര്യം ഭാവിയിൽ പുനഃസ്ഥാപിക്കണമെന്നൊരു ആഗ്രഹം കൂടി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിത് നമ്മുടെ ജലനിരപ്പിൽ 6 മീറ്റർ ഉയരത്തിൽ പണിയണമെന്ന ആശയം നിങ്ങൾ മുന്നോട്ട് വെച്ചത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നാളുകളിൽ വള്ളമായിരുന്നാലും ബോട്ടായിരുന്നാലും കയറി വരൂ. അങ്ങനെ നമുക്ക് വലിയ രൂപത്തിലുള്ള ഹൗസ് ബോട്ടുകളായിരുന്നാലും അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ബോട്ടുകളായിരുന്നാലും കയറി വരാനൊരു സൗകര്യം കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് അന്ന് 2 കോടി പറഞ്ഞ സ്ഥാനത്ത് 24.5 കോടി രൂപ മുടക്കി ഈ പാലം നിർമ്മിക്കുന്നത് എന്ന കാര്യം കൂടി എടുത്തു സൂചിപ്പിക്കുകയാണ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24.83 കോടി രൂപ ചെലവഴിച്ച് ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുതിയ പാലം നിർമ്മാണം. 228.7 മീറ്റർ നീളത്തിലും 12 മീറ്റർ വീതിയിലും വർഷകാല ജലനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലുമാണ് പണിയുന്നത്. ചടങ്ങിൽ കെ. ഫ്രാൻസിസ് ജോർജ് MP, മുൻ MP തോമസ് ചാഴിക്കാടൻ, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PD ബാബു, TM ശിവകുമാർ, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ GR ബിജു, ജില്ലാ സഹകരണ ആശുപത്രി വൈസ് ചെയർമാൻ KN വേണുഗോപാൽ, ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ്, KI കുഞ്ഞച്ചൻ, ജോസ് ഇടവഴിക്കൻ, രാജീവ് നെല്ലിക്കുന്നേൽ, ബിനു ജോസഫ്, K സജീവ് കുമാർ, ജയപ്രകാശ് K നായർ, സുധീഷ് ബോബി, KP സലീം കുമാർ, സംഘടക സമിതി കൺവീനർ PK ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.